ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ വിൻഡോ അതായത് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പേരുകളിലൊന്ന് പഞ്ചാബ് എഫ് സിയുടെ താരമായിട്ടുള്ള അഭിഷേകിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ വളർന്നു വരുന്ന ഏറ്റവും മികച്ച പ്രതിരോധ നിര താരങ്ങളിൽ ഒരാളായിട്ട് തന്നെയാണ് നമ്മുടെ അഭിഷേക് വിലയിരുത്തപ്പെടുന്നത്. ഇതേ അഭിഷേകിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങളുണ്ട് എന്നുള്ള ആ ഒരു മോഹിപ്പിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി. പക്ഷെ അഭിഷേകിനെ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ദുരന്ത യാഥാർത്ഥ്യം. പക്ഷേ ഈസ്റ്റ് ബംഗാൾ താരത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് വളരെ വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പേഴ്സണൽ ടീംസും പേയ്മെൻറ്റും എല്ലാം ഈസ്റ്റ് ബംഗാളിൽ നിന്നും വന്നത് പഞ്ചാബ് സിംഗ് അഭിഷേകും അംഗീകരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ വ്യാപകമായിട്ട് പുറത്തോട്ട് വരുന്ന സാഹചര്യത്തിൽ എസ് ഗോവയും താരത്തിന് മേൽ താല്പര്യമുണ്ട് എന്ന തരത്തിൽ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗോവയിലെ കാളക്കുറ്റന്മാർക്കും അഭിഷേകിനെ പോലെ ഒരു കരുത്തിനെ തങ്ങളുടെ പ്രതിരോധത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുളിക്കില്ലല്ലോ. സോ ആ ഒരു താരത്തിനെ സ്വന്തമാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാൻ കൂടി ഈ ഒരു റേസിലേക്ക് വന്നിട്ടുണ്ട്. മോഹൻ ബഗാൻ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. റയൽ മാഡ്രിഡിനെയൊക്കെ പോലെ പൈസയ്ക്ക് അപ്പുറത്തേക്ക് ചില മാനദണ്ഡങ്ങൾ കൂടി തങ്ങളുടെ ക്ലബിന് മുന്നോട്ട് വെക്കാനുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് മോഹൻ ബഗാൻ. എന്താണെന്ന് വെച്ചാൽ വെറുതെ ക്യാഷിന് വേണ്ടിയാണ് എങ്കിൽ മോഹൻ ബഗാന് അഭിഷേകിനെ ആവശ്യമില്ല. ഇപ്പം ഈസ്റ്റ് ബംഗാളിനെ പോലെ ഈ ഹ്യൂമങ്ങസ് എമൗണ്ട് ഒന്നും കൊടുക്കാൻ മോഹൻ ബഗാൻ തയ്യാറാവുന്നില്ല. അവർ തയ്യാറാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചാമ്പ്യൻ ടീമിൽ കളിക്കാം, അതായത് ഒരു ചാമ്പ്യൻ ടീമിന്റെ ഭാഗമായി നല്ല കരിയർ ബിൽഡ് ചെയ്യാനുള്ള അവസരമാണ് അഭിഷേകിന് മുന്നിലേക്ക് മോഹൻ ബഗാൻ വെക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് പ്രൊഫഷണലി വെൽ ബിൽഡ് ആൻഡ് എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബിന്റെ സമീപന ഭാവം തന്നെയാണ്. അതായത് ഒരു ഇന്ത്യൻ റിയൽ മാഡ്രിഡ് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മോഹൻ ബഗാൻ വളർന്നു എന്ന് ഈ ഒരു സമീപനത്തിൽ നിന്ന് നമുക്ക് പറയാം. പക്ഷേ ഫ്യൂച്ചർ തുലയ്ക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.